ഷിരൂരിൽ അർജുൻ ഓടിച്ചിരുന്ന ലോറി പൂർണ്ണമായും കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അർജുന്റെ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും പുറത്ത് എടുത്തിരിക്കുന്നത്. ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ആ ലോറിയുടെ ക്യാബിൻ പൂർണ്ണമായും പുറത്തെടുത്തത് കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ജോസഫ് അഗസ്റ്റിൻ? ഈ ക്യാബിൻ ഇപ്പോൾ ഒരു ഗോളം പോലെ ആയിരിക്കുകയാണ്. അതായത് കല്ലുകൾ വലിയ പിടിച്ച് ഇതിന്റെ ക്യാബിൻ പൂർണ്ണമായും തകർന്നു. ഈ ആദ്യം ജനറൽ സൂചിപ്പിച്ചതുപോലെ ഈ മണിക്കൂറുകൾ ഇത്തരത്തിൽ ഇതിന്റെ ഉള്ളിൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ഈ ക്യാബിൻ അത്രമേൽ തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ വാഹനത്തിന്റെ ചേസ് മറ്റ് കേടുപാടുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതിലുണ്ടായിരുന്ന മരക്കഷ്ണങ്ങളും അതുപോലെ തന്നെ ബോഡി കെട്ടിയ ഭാഗവും ഈ വാഹനത്തിൽ നിന്ന് വേർപെട്ടു പോയിരിക്കുന്നു. അതിന്റെ ഒരു ഭാഗങ്ങളും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഈ ദുരന്തത്തിന്റെ മുഴുവൻ പ്രഹരം ഏറ്റുവാങ്ങിയ ഒരു ഭാഗം ഒരു പക്ഷേ ഈ മരം കെട്ടിവെച്ച ഭാഗവും ഈ ക്യാബിനുമാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതൊരു ഗോളമായി തീർന്നിരിക്കുന്നു, ഉരുണ്ടൊരു ഗോളമായി തീർന്നിരിക്കുന്നു. ക്യാബിൻ പൂർണ്ണമായും ഈ കേസിനോട് അടുക്കുന്ന രീതിയിൽ പതിഞ്ഞിരിക്കുകയാണ്. അത്തരത്തിൽ വലിയൊരു നാശനഷ്ടം ഈ ലോറിക്ക് സംഭവിച്ചിരിക്കുന്നു. പക്ഷേ അടിഭാഗം, അതായത് എൻജിൻ ഉൾപ്പെടുന്ന ടയർ ഉൾപ്പെടുന്ന കേസ് ഉൾപ്പെടുന്ന ഭാഗത്തിനൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കുന്നു. അതേസമയം ഈ ലോറിയിൽ ഉറങ്ങിയിരുന്ന അർജുൻ അതേസമയം തന്നെ മരണപ്പെട്ടിരിക്കാം എന്നൊരു വിലയിരുത്താണ് ഈ ഘട്ടങ്ങളിൽ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വാഹനം പൂർണ്ണമായും തകർന്നിരിക്കുന്നു. ഇതിലെ മരക്കഷ്ണങ്ങളും മറ്റു കെട്ടിയ ബോഡിയും ക്യാബിനും പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. എഞ്ചിന്റെ മുകളിലേക്കുള്ള ചേസ് അടക്കമുള്ള ഭാഗങ്ങളാണ് ഇപ്പോഴും കേടുപാടുകൾ ഒന്നും കൂടാതെ അവശേഷിക്കുന്നത്. ധനേഷ്, ഇപ്പോൾ കരക്കെത്തിച്ച ലോറി റോഡിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ. റോഡിലേക്ക് കയറ്റിയതിന് ശേഷമായിരിക്കും അത് ക്യാബിൻ പൊളിച്ച് ശരീരഭാഗങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുക. അപ്പോൾ റോഡരികിൽ ആദ്യം എത്തിക്കുക, അതിനുശേഷം പൊളിച്ച് പരിശോധിക്കുക. ലോറിയുടെ ക്യാബിനിൽ ഇനിയും ശരീരഭാഗങ്ങളുണ്ട് എന്നുള്ള സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുടുംബാംഗങ്ങൾ പറയുന്ന പ്രകാരം അർജുൻ്റെ ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ മൃതദേഹം മാത്രമല്ല, അർജുനുമായി ബന്ധപ്പെട്ട ഓർമ്മ അവശേഷിപ്പിക്കാൻ സാധ്യതയുള്ള ആ ക്യാബിനിലുള്ള എല്ലാം തങ്ങൾക്ക് വേണം എന്ന് അവർ സൂചിപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ അർജുൻ്റെ ലൈസൻസിലെ ചിത്രം, അർജുൻ കുടിവെള്ളം ഉപയോഗിച്ചതിൻ്റെ കുപ്പി, അർജുൻ്റെ വസ്ത്രം, അർജുൻ്റെ തോർത്ത്, അർജുൻ്റെ മറ്റ് വസ്തുവകകൾ, ഇതെല്ലാം അവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും ഓർമ്മയിലേക്ക് ആജീവനാന്തം നിലനിർത്താൻ സാധ്യതയുള്ള ഓർമ്മയുടെ സ്മരണികകളാണ്. അതുകൊണ്ട് അവരുടെ ആവശ്യം അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ആ ആവശ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് 3 ക്രെയിനുകൾ എത്തിച്ച് റോഡിലേക്ക് ഇപ്പോൾ ലോറി കയറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇനി ദൗത്യത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ജോസഫ് അഗസ്റ്റിൻ സൂചിപ്പിച്ച സമയത്താണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പോയിട്ട് തിരികെ വരാമെന്ന് ജോസഫ് അഗസ്റ്റിനോട് ഞാൻ സൂചിപ്പിച്ചത്. ദൗത്യം ഇനി തുടരുന്നത് മറ്റുള്ള വ്യക്തികളെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. അതിൻ്റെ നടപടികൾ എങ്ങനെയായിരിക്കും? ഗണേഷ്, ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോഴും ഗംഗാവാലി പുഴയിൽ തുടരുകയാണ്. അതിലെ മുങ്ങൽ വിദഗ്ധരും ഇത്തരത്തിൽ മുങ്ങി പരിശോധന നടത്തുന്നുണ്ട്. ഈ കാണാതായ രണ്ടുപേരെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതുവരെ കന്നഡ സ്വദേശികളായിട്ടുള്ള 2 പേരാണ്. ജഗന്നാഥും ലോകേഷ് എന്നീ 2 പേരെ കൂടിയാണ് കണ്ടെത്താനുള്ളത്. ഈ അർജുനെ പോലെ തന്നെ അവരുടെ കുടുംബവും എല്ലാ ദിവസവും ഇവിടെ ഈ പുഴക്കരയിലെത്തി സസൂക്ഷ്മം കാര്യങ്ങൾ നോക്കിക്കാണുകയാണ്. വളരെ വൈകാരികമായ ഒരു രംഗമാണ്. 70 ദിവസങ്ങളിലായി ഇത്തരത്തിൽ ഈ പുഴയുടെ കരയിൽ വന്ന് നിസ്സഹായരായി നിൽക്കുന്ന ഒരു സ്ഥിതി. അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ നിന്ന് മടങ്ങില്ലേ, ഇനി ഞങ്ങൾക്കാരാണ് എന്ന് ചോദിക്കുന്ന വൈകാരികമായ വാക്കുകൾ, ഇതെല്ലാം ഈ ഗംഗാവാലി പുഴയുടെ കരയിൽ നിൽക്കുമ്പോൾ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അത് വൈകാരികമായിട്ടുള്ള ഒരു തലം കൂടി ഇതിനുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ എത്തിയപ്പോൾ കണ്ടൊരു മറ്റൊരു കാഴ്ച, അതായത് ഈ ലക്ഷ്മണൻ നായിക്കിന്റെ കടയുണ്ടായിരുന്ന ഭാഗത്ത് ഈ കുട്ടികൾക്ക് ജ്യൂസ് നൽകാൻ അവരുടെ ഒരു ബന്ധു സ്ഥിരം വരുന്നൊരു കാഴ്ചയുണ്ട്. അത് ഹൃദയഭേദകമായ ഒരു കാഴ്ചയാണ്. കാരണം ജഗന്നാഥിന്റെ ലോകേഷിന്റെ കടയുണ്ടായിരുന്ന ആ ഭാഗത്ത് ഇത്തരത്തിൽ ഈ കുട്ടികൾക്ക് ജ്യൂസ് കൊടുക്കുന്ന അത്തരത്തിൽ വളരെ വൈകാരികതയുടെ ഒരു നിമിഷങ്ങൾ സമ്മാനിച്ച വളരെ വൈകാരിക തലത്തിലൂടെ കടന്നു പോകുന്ന ഒരു കരയായി ഈ ഗംഗാവാലി പുഴയുടെ കര
ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കടന്നുപോയത്. പക്ഷേ നമ്മൾക്ക് ഇപ്പോൾ ഒരു ഉത്തരം ലഭിച്ചിരിക്കുന്നു. അർജുൻ എവിടെ, അർജുന്റെ ലോറി എവിടെ എന്നതിന് കൃത്യമായ ഉത്തരം ലഭിച്ചിരിക്കുന്നു. അർജുൻ ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ അർജുന്റെ ലോറിക്കൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം ഇനിയും 72ാം ദിനത്തിലാണ് സത്യം തിരിച്ചറിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യോഗം നടത്തിയ സമയത്ത് MLA അടക്കം ചോദിച്ചു, ഇത്തരത്തിൽ അർജുൻ ഇനി മറ്റെവിടെയെങ്കിലും ലോറി എടുത്ത് പോയിട്ടുണ്ടാകുമോ? അത്തരത്തിൽ ഒരു സൂചനകളും ലഭിക്കാത്ത ഘട്ടത്തിൽ നിരാശയും പ്രതീക്ഷയും അതുപോലെ ദേഷ്യവും കോപവും എല്ലാം ഇടകലർന്ന ഒരു സാഹചര്യം, സമ്മർദ്ദങ്ങളിലൂടെ കടന്നുപോയ ഒരു സാഹചര്യം. അങ്ങനെ എല്ലാ വൈകാരിക തലങ്ങളും ഈ 70 ദിവസം കൊണ്ട് അനുഭവിക്കേണ്ടി വന്നു. കാലാവസ്ഥയാണെങ്കിലും ഇടതിടവില്ലാത്ത മഴ, അതുപോലെ ശക്തമായി പെയ്യുന്ന മഴ, അത് ശക്തമായി വീശുന്ന കാറ്റ്, അതിനുശേഷം ഉദിക്കുന്ന വെയിലിന് അതിതീവ്രമായ ചൂട്, ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ 70 ദിവസക്കാലം ഇവിടെ ഈ തെരച്ചിൽ നടത്തിയത് എന്നുള്ളതും ഏറെ പ്രത്യേകം നിറഞ്ഞതാണ്. ഇപ്പോഴും ഈ മല എപ്പോൾ വേണമെങ്കിലും മല സാഹചര്യം, അതിശക്തമായ മഴ മുന്നറിയിപ്പ് പല ദിവസങ്ങളിലും നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഇപ്പോഴും അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ ആശങ്കയും ഭീഷണിയും ഉയർത്തുന്ന ഒരു പാത. ഇപ്പോഴും ഇവിടെ സ്ഥിതിഗതികളൊന്നും പഴയതുപോലെ ആയിട്ടില്ല. ഇപ്പോഴും ആളുകൾ ഭീതിയോടെ തന്നെയാണ് ഈ പുഴയെയും കരയെയും ഈ കുന്നുകളെയും നോക്കിക്കാണുന്നത്. ഈ ഗംഗാവാലി പുഴ അതിന്റെ രൗദ്രഭാവം വെടിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ശാന്തമായി ഒഴുകുകയാണ്. എന്നാൽ പോലും എപ്പോൾ വേണമെങ്കിലും തന്റെ രൗദ്രഭാവം പുറത്തെടുക്കുന്ന രീതിയിൽ ഈ ഗംഗാവാലി പുഴ മാറുന്ന സ്ഥിതി. അകലെയുണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ പലതും വയലോരങ്ങളും പലതും നശിച്ചു പോയിരിക്കുന്നു. ഈ ശക്തമായ തിര ആഞ്ഞടിച്ചത് മൂലം ആ ഭാഗത്തെ 3ഓളം കുടുംബങ്ങൾ ഇല്ലാണ്ടായിരിക്കുന്നു. അങ്ങനെ ഇതൊരു ദുരന്ത ഭൂമിയായിരിക്കുന്നു. ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഈ ശിരൂരിന്റെ മണ്ണിൽ നിൽക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് മുന്നേറുന്നവർക്ക് മാത്രം ലക്ഷ്യത്തിലെത്താൻ സാധിക്കുമെന്ന ഒരു പ്രതീക്ഷ കൂടി നൽകുന്ന വലിയൊരു കാഴ്ച. ലോറി പൂർണ്ണമായും ഇപ്പോൾ കരയ്ക്കോട് അടുപ്പിച്ചിരിക്കുന്നു. റോഡിലേക്ക് നീക്കുന്ന പ്രവൃത്തികളാണ് ഇപ്പോൾ നടക്കുന്നത്. അർജുന്റെ DNA പരിശോധന ഹുബള്ളിയിലെ ഫോറൻസിക് ലാബിലായിരിക്കും നടക്കുക. സഹോദരന്റെ രക്തസാമ്പിളുമായിട്ട് താരതമ്യം ചെയ്തിട്ടായിരിക്കും ആ DNA പരിശോധന പൂർത്തിയാക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കർണാടകയിൽ വെച്ച് തന്നെയാണ് DNA പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ റോഡിലേക്ക് ലോറി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ നിമിഷങ്ങളിൽ. റോഡിലേക്ക് ലോറി മാറ്റിയതിന് ശേഷം ക്യാബിൻ വീണ്ടും പൊളിച്ച് ബാക്കിയുള്ള എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ എന്നുള്ള പരിശോധനയാണ് നടത്താനുള്ളത്. നമ്മൾ നേരെ